സിനിമാ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 2 മാളികകൾ പരിചയപ്പെടാം. സിനിമയിലെ കഥാപാത്രങ്ങളെ പോലെ തന്നെ പ്രാധാന്യമുണ്ട് ഈ പടുകൂറ്റൻ വീടുകൾക്കും. ലാസ്റ്റ് നൈറ്റ് ഐ ഡ്രീംഡ് ഐ വെന്റ് ടു മാൻഡർലെ അഗെയിൻ. സിനിമാ പ്രേമികൾക്ക് മറക്കാൻ കഴിയാത്ത പ്രശസ്തമായ ആ ഓപ്പണിംഗ് ലൈൻ. ഡാഫ്നെ ഡ്യൂ മൊറിയറിന്റെ നോവലിനെ ആസ്പദമാക്കി 1940-ൽ ആൽഫ്രഡ് ഹിച്ച്കോക്ക് സംവിധാനം ചെയ്ത സിനിമയാണ് റബേക്ക. തൻ്റെ ഭാര്യ റബേക്കയുടെ മരണശേഷം കോടീശ്വരനായ മാക്സിം ഡി വിന്റർ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു. നവവധുവുമായി ഡി വിന്റർ തൻ്റെ കൊട്ടാരമായ മാൻഡർലെയിലേക്ക് എത്തുന്നു. റബേക്കയുമായി അയാൾ ജീവിച്ച അതേ മാൻഡർലെ. നിഗൂഢതകൾ നിറഞ്ഞ പുതിയ എസ്റ്റേറ്റിലേക്ക് എത്തിയപ്പോൾ പ്രതീക്ഷകൾക്ക് വിപരീതമായ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്തിലേക്ക് രണ്ടാമത്തെ മിസസ് ഡി വിന്റർ കാലെടുത്തു വെച്ചു. ഡ്യൂ മൊറിയറിന്റെ നോവലിന്റെ പേരും ഹിച്ച്കോക്കിന്റെ സിനിമയുടെ പേരും റബേക്ക എന്നാണ്. എന്നാൽ റബേക്കയെ ഒരു തവണ പോലും നമ്മൾ സിനിമയിൽ കാണുന്നില്ല. നായികാ പ്രാധാന്യമുള്ള രണ്ടാമത്തെ മിസസ് ഡി വിന്ററിനാകട്ടെ ഒരു പേരും നൽകിയിട്ടില്ല. തൻ്റെ ഐഡന്റിറ്റി പോലും നഷ്ടമാകുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് എസ്റ്റേറ്റിന്റെ ഹൗസ് കീപ്പറായ മിസസ് ഡാൻവേഴ്സിൻ്റേത്. ആഴത്തിൽ വേരൂന്നിയ ബന്ധമാണ് മാൻഡർലെയുമായി മിസസ് ഡാൻവേഴ്സിനുള്ളത്. മാൻഡർലെ ആദ്യമായി ഒരു മഴയത്ത് കാണുന്ന മിസസ് ഡി വിന്റർ പിന്നീട് അവസാനമായി അത് കാണുന്നത് തീയിൽ വെന്തുരുകുന്നതായാണ്. വളരെ സൂക്ഷ്മമായി ആ മാൻഷനെ കാത്തു സൂക്ഷിച്ച മിസസ് ഡാൻവേഴ്സ് തന്നെയാണ് അവസാനം അവിടെ തീ വയ്ക്കുന്നതും. മാക്സിമിൻ്റെയും തൻ്റെ ഭാര്യയുടെയും ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന് അവിടെ തുടക്കമായി. മാക്സിമിൻ്റെ ജീവിതത്തിലെ ഒരു നേർക്കാഴ്ചയാണ് മാൻഡർലെ എന്ന് വേണമെങ്കിൽ പറയാം. പുറമേ സന്തുഷ്ടവും സമ്പൂർണവും എന്ന് തോന്നുന്ന അയാളുടെ ജീവിതം ആഡംബരവും മഹത്വവും നിറഞ്ഞ പുറംമോടിയിൽ തല ഉയർത്തി നിൽക്കുന്ന എസ്റ്റേറ്റ് പോലെയാണ്. എന്നാൽ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ചുരുളഴിയാത്ത ഒരുപാട് രഹസ്യങ്ങളും നിഗൂഢതകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് അയാളുടെ മനസ്സിലും ആ വീടിനുള്ളിലും. മാൻഡർലെ പോലെ മറക്കാൻ കഴിയാത്ത മറ്റൊരു മാളികയാണ് സാനഡു. 1941-ൽ ഓർസോൺ വെൽസ് സംവിധാനം ചെയ്ത് നിർമ്മിച്ച ചലച്ചിത്രമാണ് സിറ്റിസൺ കെയ്ൻ. ലോകത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമായി കണക്കാക്കപ്പെടുന്ന സിറ്റിസൺ കെയ്ൻ വെൽസിന് ഓട്ടിറിസത്തിൽ ഒരു സ്ഥാനവും നേടിക്കൊടുത്തു. കെയ്ൻ എന്ന കഥാപാത്രമായി എത്തിയത് വെൽസ് തന്നെയായിരുന്നു. ഒരു പ്രമുഖ പത്രാധിപനായിരുന്ന ചാൾസ് ഫോസ്റ്റർ കെയ്ൻ തനിക്കും തൻ്റെ രണ്ടാമത്തെ ഭാര്യയായ സൂസൻ അലക്സാണ്ടറിനും വേണ്ടി പണി കഴിപ്പിച്ച മാൻഷനാണ് സാനഡു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് എസ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന സാനഡു 49,000 ഏക്കറിൽ ഗൾഫ് കോസ്റ്റിലെ മരുഭൂമിയിലെ ഒരു സ്വകാര്യ പർവ്വതത്തിന് മുകളിലാണ് പണിതത്. വിവിധ തരം പെയിന്റിങ്ങുകൾ, സ്റ്റാച്യു, മൃഗങ്ങൾ, പക്ഷികൾ തുടങ്ങി വിലപിടിപ്പുള്ള എന്തിനേയും ഏതിനേയും ഉൾപ്പെടുത്തി മറ്റൊരു ലോകം തന്നെ സാനഡുവിൽ കെയ്ൻ കെട്ടിപ്പൊക്കി. ഒരു ഓപ്പറ ഗായികയായ സൂസന്റെ കരിയറിനെ പിന്തുണയ്ക്കാൻ കൂടിയായി നിർമ്മിച്ച മാൻഷൻ അയാൾക്ക് സ്നേഹത്തിന്റെ പ്രതീകമായിരുന്നു. എന്നാൽ ഇത്രയും വലിയ കെട്ടിടത്തിൽ ഒറ്റപ്പെട്ട സൂസൻ അവസാനം കെയ്നിന്റെ കൂടെയുള്ള ജീവിതം മൂലമുണ്ടായ സമ്മർദ്ദം സഹിക്കവയ്യാതെ അയാളെ വിട്ടുപോയി. എല്ലാരിൽ നിന്നും അകന്നു നിൽക്കാനും എല്ലാം തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും കെയ്ൻ സാനഡുവിനെ ഉപയോഗിക്കാൻ തുടങ്ങി. വില്യം റാൻഡോൾഫ് ഹാസ്റ്റ് എന്ന പ്രമുഖ അമേരിക്കൻ പത്രാധിപന്റെ കഥയെ ആസ്പദമാക്കിയാണ് സിറ്റിസൺ കെയ്ൻ ചിത്രീകരിച്ചത്. അദ്ദേഹത്തിന്റെ നിർമ്മിതിയായ ഹാസ്റ്റ് കാസിലാണ് സാനഡുവായി മാറിയത്. മാൻഡർലെ, സാനഡു ഈ 2 മാളികകൾ കാണിച്ചുകൊണ്ടാണ് ഇരു സിനിമകളും തുടങ്ങുന്നതും അവസാനിക്കുന്നതും. ചതി, വഞ്ചന, അധികാരം, ആധിപത്യം, ഒറ്റപ്പെടൽ, നിസ്സഹായത തുടങ്ങി കഥാപാത്രങ്ങൾ കടന്നുപോയ നിരവധി കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന 2 മാളികകൾ കൂടിയാണിവ.